തലയ്ക്ക് വെളിവുള്ളവർ ഉണ്ടെങ്കിൽ കക്കൂസ് മാലിന്യ പ്ലാന്റ് വരുന്നതിനെയല്ല എതിർക്കേണ്ടത്, മറിച്ച് പ്ലാന്റ് കൊണ്ടുവരാത്തതിനെതിരെയാണ് പ്രതിഷേധിക്കേണ്ടതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ്. കേരളത്തിലെ 82% ജലാശയങ്ങളിലും ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യമുണ്ടെന്നാണ് പഠന റിപ്പോർട്ടുകൾ. ഇതിന് പരിഹാരമായി ശാസ്ത്രീയമായ രീതിയിൽ കക്കൂസ് പ്ലാന്റ് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. ഇതിനെയാണ് ചിലർ സംഘടിതമായി എതിർക്കുന്നതെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി. സർക്കാരിന്റെ പഠന റിപ്പോർട്ടിൽ ഭൂരിഭാഗം ജലാശയങ്ങളിലും ഈക്കോളി ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ട്. വീട്ടിലെ കിണറും കക്കൂസ് പ്ലാന്റും വേണ്ടത്ര അകലം പാലിക്കാതെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. അവയാകട്ടെ ശാസ്ത്രീയമായ രീതിയിലുമല്ല. അതുകൊണ്ട് തന്നെ ജലാശയങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള ബാക്ടീരിയ കലരാനും കാരണമായി. ഭാവിയിൽ ഇത് വലിയ അപകടാവസ്ഥയിലേക്കാണ് കൊണ്ടെത്തിക്കുക. ഇത് പരിഹരിക്കാനാണ് സർക്കാർ സ്ഥലമേറ്റെടുത്ത് ശാസ്ത്രീയമായ രീതിയിൽ കക്കൂസ് മാലിന്യ പ്ലാന്റ് നിർമ്മിക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുന്നതെന്നും ഈ പ്ലാന്റിനെതിരെയാണ് തലയ്ക്ക് വെളിവില്ലാത്തവർ എതിർക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. കക്കൂസ് മാലിന്യം സംസ്കരിക്കാൻ പ്ലാന്റില്ല. ഇപ്പോൾ പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വിഷമത്തോടെ എന്നോട് പറയുന്നു, നമ്മൾ എങ്ങനെ സ്ഥലം നോക്കിയിട്ട് പറ്റുന്നില്ല. എതിർക്കുക ആൾക്കാർ. തലയ്ക്ക് വെളിവുള്ളവരുണ്ടെങ്കിൽ കക്കൂസ് മാലിന്യം സംസ്കരിക്കാനുള്ള പ്ലാന്റ് വരുന്നതിനെയല്ല എതിർക്കുക, പ്ലാന്റ് എന്തുകൊണ്ട് അനുവദിക്കുന്നില്ല എന്ന് ചോദിച്ചിട്ട് സമരം ചെയ്യുക. എന്തുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ പ്ലാന്റ് കൊണ്ടുവരുന്നില്ല? അതാ കേരളത്തിലെ ഇപ്പോഴത്തെ സ്ഥിതി. എന്താ കഥ എന്നറിയോ? കേരളം 3.5 കോടി ആളാണ്. ജനം തിങ്ങിപ്പാർക്കും. ഇപ്പൊ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ ഒരു അവലോകനകത്ത് പറഞ്ഞു, ഒരു വലിയ കക്കൂസ് പ്ലാന്റിന്റെ മുകളിലാണ് നമ്മൾ ജീവിക്കുന്നത്. വസ്തുത ഏതാണ്? 5 സെന്റിലും 10 സെന്റിലും ഒക്കെയാണ് മിക്കവാറും വരും. നാട്ടിൻപുറത്ത് കുറച്ചധികം ഉണ്ടാവും, സ്ഥലമധികം ഉണ്ടാവും. നമ്മളൊരു പഠനം നടത്തി, വെറുതെ പറഞ്ഞതല്ലാതെ പഠനം നടത്തിയപ്പോൾ നടത്തിയ കണ്ടെത്തൽ എന്താണെന്നറിയാം? കേരളത്തിലെ 82% ജലാശയങ്ങളിലും ഈക്കോളി ബാക്ടീരിയ ഉണ്ട്. കോളിഫോം എന്ന് പറഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്നതാണെന്നറിയാം? മലത്തിൽ നിന്നും, മനുഷ്യ മലത്തിൽ നിന്നും മാത്രം ഉണ്ടാകുന്ന ബാക്ടീരിയ കേരളത്തിലെ 82% ജലാശയങ്ങളിലും. അപ്പൊ നിങ്ങൾ സമാധാനിക്കുക, അതൊന്നും പറഞ്ഞിട്ട് മന്ത്രി പേടിപ്പിക്കണ്ട. ഞങ്ങൾ വീട്ടിലെ കിണറിലെ വെള്ളം കുടിക്കണം. 75% വീട്ടു കിണറിലും ഇത് അപകടകരമായിട്ട് വരുന്ന അളവിലുണ്ട്. എന്താ കാരണം? വീട്ടിലെ കിണറും കക്കൂസ് ടാങ്കും തമ്മിലുള്ള അകലം ശാസ്ത്രീയമായിട്ടുള്ള അകലമില്ല. 1. 2, കക്കൂസ് ടാങ്ക് മിക്കവാറും ഒരു കുഴിയാണ്, ശാസ്ത്രീയമായ ടാങ്കല്ല. ഇത് കുടിവെള്ളത്തിൽ തന്നെയാണ്. അലക്ഷ്യമായി മാലിന്യം വലിച്ചെറിയുന്നത് ഇപ്പോഴും തുടരുന്ന കാഴ്ചയാണ്. പാതയോരങ്ങളിൽ സ്ഥാപിച്ച പ്ലാസ്റ്റിക് ബിന്നുകൾക്ക് പുറത്താണ് മാലിന്യങ്ങൾ തള്ളുന്നത്. ശാസ്ത്രീയ മാലിന്യ സംസ്കരണം വലിയ തോതിൽ പുരോഗമിക്കുമ്പോഴും വലിച്ചെറിയൽ ശീലം ഉപേക്ഷിക്കാൻ ജനങ്ങൾ ഇപ്പോഴും തയ്യാറായിട്ടില്ലെന്നും മന്ത്രി തുറന്നു പറഞ്ഞു. നിർബന്ധിച്ച് ഹോട്ടൽ ബൂത്ത് വേണം, ബിന്ന് വേണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ വീണ്ടും വിളിച്ചിട്ട് എന്തിനാ ആളുകൾ വലിച്ചെറിയാതിരിക്കാൻ. ഈ സൗകര്യം ഉണ്ടെങ്കിലും വലിച്ചെറിയില്ല എന്ന് വിചാരിച്ചില്ല. ഹോട്ടൽ ബൂത്ത് വെച്ചിട്ടില്ല. വളരെ മര്യാദക്കാരായ സംസ്കാര സമ്പന്നരായ ചെറുതായി കൊണ്ടിട്ടുണ്ടാവും. അതിന്റെ അടിയിൽ കുറച്ച് പേർക്കുണ്ടാവും, അതിന്റെ ഒരു 10 ഇരട്ടി കൂടുതലുണ്ടാവും അല്ലേ? ഇതവിടെ ഉണ്ടാവും, വേണ്ടില്ല, അതിനകത്തേക്കില്ല. ഹരിതകർമ്മ സേനയുണ്ട്. ബാക്കി ഒന്നിനും നമുക്ക് പിശുക്കില്ല. ഏറ്റവും വലിയ പിശുക്കെന്താ? അവർക്ക് മാസം 50 കൊടുക്കണേ. കൊടുക്കില്ല, വാശിയാണ്. NCV ന്യൂസ് തൃത്താല. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം.